വെൽക്കം ബാക്ക് മക്കളെ. എല്ലാവരും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഹാഫ് ഇയർലി എക്സാമിന് പഠിക്കുന്നുണ്ട് എന്ന് സാറ് വിശ്വസിക്കുന്നു. ഹാഫ് ഇയർലി എക്സാമിന് നമ്മുടെ കെമിസ്ട്രിയിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഉണ്ടല്ലോ. ആ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? ആസിഡ്, ബേസസ് ആൻഡ് സാൾട്ട്സ്. ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ. ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. മക്കൾക്ക് അറിയോ ആ ഏരിയ ഏതാന്നുള്ളത്? മറ്റൊന്നുമല്ല, ഹൗ ടു ഐഡന്റിഫൈ ആസിഡ്സ്, ബേസസ് ആൻഡ് സാൾട്ട്സ്. ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ എന്നിവ എങ്ങനെ തിരിച്ചറിയും എന്നുള്ളതാണ് ഈ ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. ഇത് പ്രധാനപ്പെട്ട ഭാഗമാണോ സാർ? തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഭാഗമാണ്. എന്തുകൊണ്ടാണെന്നല്ലേ? എക്സാമിന് ചോദ്യം ഇന്ന് വരികടാ. അതുകൊണ്ട് വളരെ സിമ്പിളായി നമുക്ക് പഠിച്ചെടുക്കാം. 2 മെത്തേഡുകളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലിറ്റ്മസ് പേപ്പർ ടെസ്റ്റ് ആണ്. അതായത് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് ആസിഡ് ഏതാണ്, ബേസ് ഏതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ സാൾട്ട് ഏതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാർ പറഞ്ഞുതരാം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്ന പേപ്പറിന് ഒരു പ്രത്യേകത ഉണ്ട്. അതൊരു പേപ്പറാണ് അല്ലേ? ഓക്കെ, റെഡി. ആ പേപ്പറിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ലിറ്റ്മസ് പേപ്പർ ഉള്ളത്. ഏതൊക്കെയാ? റെഡ് ലിറ്റ്മസ് പേപ്പറും ഉണ്ട്, അതേപോലെ തന്നെ ബ്ലൂ ലിറ്റ്മസ് പേപ്പറും ഉണ്ട്. അപ്പോൾ മക്കളെ, ഈ ഒരു കോഡ് ഓർത്തു വെക്കുക. എൻ്റെ മക്കള് ഈ ഒരു സിമ്പിൾ കോഡ് ഓർത്തു വെച്ചേ, ABR. ഈ ഒരു കോഡ് ഓർത്തു വെച്ചേ. ഈ കോഡിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരൊറ്റ കോഡ് ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് ലിറ്റ്മസ് പേപ്പർ ടെസ്റ്റ് മക്കള് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. മക്കൾ ഇത്രേ ഉള്ളൂ. ആസിഡ് ആണെങ്കിൽ ബ്ലൂ ടു റെഡ്, ആസിഡ് ആണെങ്കിൽ ബ്ലൂ ടു റെഡ്. ഓക്കെ, പഠിച്ചേ. ഒന്നുകൂടി പറ. ABR. എന്താ കോഡ്? എന്താ ABR? എന്താണ് അതിന്റെ ഫുൾ ഫോം? സാർ ഉദ്ദേശിച്ചത് ആസിഡ് ആണെങ്കിൽ ബ്ലൂ ടു റെഡ്. ആസിഡ് ആണെങ്കിൽ ബ്ലൂ മീൻസ് നീലയെ ചുവപ്പാക്കി മാറ്റും. ഇത്ര പഠിച്ചാൽ മതി. സാർ ബേസിന് കോഡ് വേണ്ടേ? വേണ്ടടോ, അതിന്റെ ഓപ്പോസിറ്റ് ആണ്, പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ മക്കളെ, ആസിഡ് ആണെങ്കിൽ ബ്ലൂ ലിറ്റ്മസ് റെഡ് ആക്കി മാറ്റും. അപ്പൊ ബേസ് ആണെങ്കിലോ റെഡിനെ ബ്ലൂ ആക്കി മാറ്റും. മക്കൾ നോക്ക്, ഇപ്പൊ ഇതെന്ത് ലിറ്റ്മസാ? നോക്കിയേ, സാറിന്റെ കൈയാണ് ഇതെന്ന് വിചാരിച്ചോ. എന്ത് ഭംഗിയുള്ള കൈ അല്ലേ? ആ കയ്യിൽ സാറ് പിടിച്ചിട്ടുള്ള കളർ ഏതാ? ബ്ലൂ ആണ്. അപ്പൊ ശരിക്കും ആ പേപ്പറിന്റെ കളർ ഏതാ? ബ്ലൂ ആണ്. ആ ബ്ലൂ കളറിലുള്ള ആ ഒരു ലിറ്റ്മസ് പേപ്പറിനെ സാറ് ആസിഡിൽ കൊണ്ടുപോയി മുക്കിയപ്പോ അതിന്റെ കളർ എന്തായി മാറി? റെഡായി മാറി. കാരണം ABR. ആസിഡ് ആണെങ്കിൽ ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കി മാറ്റും? റെഡ് ആക്കി മാറ്റും. എന്നാലോ ബേസ് ആണെങ്കിലോ സാർ എന്താ പിടിച്ചിട്ടുള്ള കളറ്? ചുവപ്പായിരുന്നു അല്ലേ? റെഡ് ആയിരുന്നു അല്ലേ? പക്ഷെ അത് ബേസിൽ ഡിപ്പ് ചെയ്തപ്പോൾ എന്തായി? അത് ബ്ലൂ കളറായി മാറി. ഓക്കെ, സാറല്ലേ പറഞ്ഞു സാൾട്ട് ഇതിങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നു. തീർച്ചയായിട്ടും സാൾട്ട് എന്ന് പറയുന്നത് ആസിഡ് ആണോ? അല്ല. ബേസ് ആണോ? അല്ല. അതുകൊണ്ട് തന്നെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സാൾട്ടിലെ നമ്മൾ ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു മാറ്റം ഉണ്ടാവില്ല. നിങ്ങൾ ചുവപ്പാണോ മുക്കിയത്? അത് ചുവപ്പ് തന്നെ ആയിരിക്കും. ബ്ലൂ ആണോ മുക്കിയത്? ബ്ലൂ തന്നെ ആയിരിക്കും. അപ്പൊ സാൾട്ടും തിരിച്ചറിയാം അല്ലേ? ഓക്കെ, പക്ഷേ സാൾട്ടിനെ തിരിച്ചറിയാൻ കൂടി നമ്മൾ ലിറ്റ്മസ് പേപ്പർ ടെസ്റ്റ് ഉപയോഗിക്കാറില്ല. പക്ഷെ അതിന് പകരം മക്കളെ മറ്റൊരു ടെസ്റ്റാണ് pH ടെസ്റ്റ്. ലിറ്റ്മസിനേക്കാൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് pH ടെസ്റ്റ് എന്ന് പറയുന്നത്. pH ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരെ പറ്റി പഠിക്കണം? pH സ്കെയിൽ എന്താ പഠിക്കണം. നമ്മളെ കയ്യിലൊക്കെ ഒരുപാട് സ്കെയിലുകൾ ഉണ്ട് അല്ലേ? നമ്മളെ കയ്യിൽ സ്കെയിൽ ഉണ്ട്. ഏതൊക്കെ സ്കെയിലാണ് ഉള്ളത്? സെന്റിമീറ്ററിന്റെ സ്കെയിൽ ഉണ്ടാവും, ഇഞ്ചിന്റെ സ്കെയിൽ ഉണ്ടാവും അല്ലേ? സ്കെയിൽ എന്ന് പറഞ്ഞാൽ അളവ് എന്നാണ് അർത്ഥം അല്ലേ? റെഡി അല്ലേ മക്കളെ? അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കെയിലാണ് pH സ്കെയിൽ. നിങ്ങൾ വിചാരിക്കുക അത് നമ്മളെ സ്കെയിൽ പോലെ ഒരു വടി പോലുള്ള കഷ്ണമൊന്നും അല്ല കേട്ടോ. അതെ, നമ്മൾ എങ്ങനെയാ നോക്കുക എന്നുള്ളത് പറയുന്നതിന് മുമ്പ് ആ സ്കെയിലിലെ വാല്യൂസിനെ പറ്റിയിട്ട് മക്കൾക്ക് ഒരു ഐഡിയ വേണം. pH സ്കെയിൽ എന്ന് വെച്ചാൽ 0 മുതൽ 14 വരെയുള്ള സ്കെയിലാണ് pH സ്കെയിൽ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറ മക്കളെ. 0 മുതൽ അല്ലെങ്കിൽ 1 മുതൽ 14 വരെയുള്ള സ്കെയിലാണ് pH സ്കെയിൽ എന്ന് പറയുന്നത്. അതിൽ ഏത് ഭാഗമാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്? 7 എന്ന് പറയുന്ന നമ്പർ. ഏത് നമ്പറാ? 7. നമ്മളെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ 7 എന്ന് പറയുന്ന നമ്പർ എന്താണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. pH സ്കെയിലിൽ 7 എന്ന നമ്പർ ആണെങ്കിൽ അതിനർത്ഥം അതെന്താ? ന്യൂട്രൽ ആണ്. അതിന് മലയാളമാണ് മക്കളെ നിർവീര്യമാണ്. എന്താണ്? നിർവീര്യമാണ് എന്നാണ് അർത്ഥം. നിർവീര്യമാണ് അഥവാ ഒന്നുമല്ല എന്നാണ് അർത്ഥം. ഓക്കെ, ഇനിയോ 7നേക്കാൾ കുറവാണെങ്കിൽ അതെന്താണ്? ആസിഡിക് ആണ്. 7നേക്കാൾ കുറവാണെങ്കിൽ ആസിഡിക്കും 7നേക്കാൾ കൂടുതലാണെങ്കിൽ അത് ബേസിക്കുമാണ്. ഇത് ഓർത്തു വെക്കുമല്ലോ. ഇനി സാറേ ഇത് എങ്ങനെ നമ്മൾ 7നേക്കാൾ കൂടുതലാണോ കുറവാണോ എന്നൊക്കെ അറിയാം? അതറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചാർട്ട് ഉണ്ട്. ഇങ്ങനെ ഒരു കളർ ചാർട്ട് ഉണ്ട്. ഓക്കെ, മക്കൾ കണ്ടോ? 0 ചുവപ്പ്, 1 ഓറഞ്ച്, അങ്ങനെ ഒരു കളർ ചാർട്ട് ഉണ്ട്. അപ്പൊ ഈ കളർ ചാർട്ട് കിട്ടിയിട്ട് ഇനി പരിപാടിയുണ്ട്. pH അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ടൈപ്പ് മെത്തേഡാണ് യൂസ് ചെയ്യുക pH അളക്കാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ pH പേപ്പർ പഠിക്കുക, pH പേപ്പർ ചോദിക്കും കേട്ടോ. മറ്റൊന്ന് pH സൊല്യൂഷൻ, മറ്റൊന്നാണ് pH മീറ്റർ. pHന്റെ മീറ്റർ.
ഇതിൽ ഈ രണ്ടെണ്ണത്തിലാണ് കളർ ചാർട്ട് ഉപയോഗിക്കുക. pH മീറ്ററിന് കളർ ചാർട്ട് വേണ്ട. സാർ പറഞ്ഞു തരട്ടെ എങ്ങനെ ഇത് ചെയ്യാന്നുള്ളത്. മക്കൾക്ക് സാർ ഒരു ബീക്കർ തന്നു. ഓക്കെ, ആ ബീക്കറിൽ സാർ ഒരു സൊല്യൂഷൻ തന്നു. ഓക്കെ, സാർ നിങ്ങളോട് പറഞ്ഞു ഇത് ആസിഡ് ആണോ ബേസ് ആണോ അല്ലെങ്കിൽ ന്യൂട്രൽ ആണോ അഥവാ നിർവീര്യമാണോ എന്നുള്ളത് നിങ്ങളോട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാ അത് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ മക്കൾ pH പേപ്പർ എടുത്തു. pH പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിറ്റ്മസ് പേപ്പർ പോലെ തന്നെ ഒരു പേപ്പറാണ്. ആ പേപ്പർ എടുത്തിട്ട് മക്കൾക്ക് സാറ് തന്നിട്ടുള്ള സൊല്യൂഷനിലെ അതിലേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്തു. അതിലേക്ക് ഡിപ്പ് ചെയ്ത സമയത്ത് അതിങ്ങനെ ഉണക്കിയ സമയത്ത് അതിലൊരു കളർ ഉണ്ടായി. ആ കളർ ഈ കളർ ചാർട്ടിൽ ഏതു കളറുമായിട്ടാണ് സാമ്യതയുള്ളത്, സിമിലാരിറ്റി ഉള്ളത് മക്കൾ നോക്കി. അങ്ങനെ നോക്കുന്ന സമയത്ത് മക്കൾക്ക് ഏകദേശം ഈ ഒരു കളറുമായിട്ടാണ് സിമിലാരിറ്റി ഉള്ളത് വിചാരിച്ചോ. അങ്ങനെയാണ് ആ കളറിന്റെ നമ്പർ എത്ര? 9. അങ്ങനെ ആകുമ്പോൾ 9 എന്ന് പറയുമ്പോൾ 7നേക്കാൾ കൂടുതലല്ലേ. അപ്പൊ തീർച്ചയായിട്ടും മക്കൾ എനിക്ക് റിസൾട്ട് തരും. സാർ തന്നിട്ടുള്ള സൊല്യൂഷൻ ബേസിക് സൊല്യൂഷൻ ആണ്. അത് ആസിഡ് സ്വഭാവത്തിനേക്കാൾ കൂടുതൽ ബേസിക് സ്വഭാവം കാണിക്കുന്ന ഒരു സൊല്യൂഷൻ ആണ്. ഡൺ. അങ്ങനെയാണ് pH പേപ്പർ ഉപയോഗിക്കുന്നത്. pH സൊല്യൂഷനോ അതും സിമ്പിളാ. ഞാൻ തന്ന സൊല്യൂഷനിലേക്ക് മക്കൾ ഒരു സൊല്യൂഷൻ ഒഴിക്കും, വേറെ സൊല്യൂഷൻ ഒഴിക്കും. അതാണ് pH സൊല്യൂഷൻ. ആ pH സൊല്യൂഷൻ ഒഴിച്ചു കഴിയുമ്പോൾ സാറ് തന്ന ബീക്കറിലേക്ക് മക്കൾ pH സൊല്യൂഷൻ ഒഴിച്ചപ്പോൾ ആ pH സൊല്യൂഷൻ ഒഴിച്ച സമയത്ത് ഇങ്ങനെയുള്ള കളർ കിട്ടി. ഇത് pH സൊല്യൂഷന്റെ കളറല്ല കേട്ടോ. ഇത് pH സൊല്യൂഷൻ നിങ്ങൾ സാറ് തന്നിട്ടുള്ള ആസിഡോ ബേസോ അതിലേക്ക് ഒഴിച്ച സമയത്ത് കിട്ടിയ കളറാണ്. ഈ കിട്ടിയിട്ടുള്ള കളറ് ഈ കളർ ചാർട്ടുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. അപ്പൊ ഏകദേശം ഈ ഒരു കളറുമായിട്ട് സാമ്യതയുണ്ട്. അപ്പൊ 13 ആണ്. അപ്പൊ ബേസ് ആണ്. സാറ് തരുന്നതൊക്കെ ബേസ് ആണല്ലോ സാർ. എന്നാ വേണ്ട, നിങ്ങൾ pH സൊല്യൂഷൻ ഒഴിച്ച സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ കളർ ഏകദേശം ഈ ഒരു ഓറഞ്ച് കളർ ആണെങ്കിൽ അത് ആസിഡ് ആണ്. കാരണം 1 നമ്പർ. മനസ്സിലായോ pH സ്കെയിൽ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത്. ഇനി pH മീറ്ററോ അത് കുറച്ചുകൂടി എളുപ്പമുള്ള പരിപാടിയാണ്. നമ്മൾ വലിയ പൈസക്കാരായ വാങ്ങാം pH മീറ്റർ. ഓക്കെ, അപ്പോ pH മീറ്റർ എങ്ങനെയാ ഉപയോഗിക്കുക മക്കളെ? pH മീറ്റർ ഉപയോഗിക്കുക വളരെ സിമ്പിൾ ആയിട്ട് സാർ അത് പറഞ്ഞുതരാം അല്ലേ. എല്ലാം സിമ്പിളാണ്. മക്കളെ നോക്കിയേ, ഇങ്ങനെ ഒരു സജ്ജീകരണമായിരിക്കും pH മീറ്ററിൽ ഉണ്ടാവുക. ഈ ബീക്കറിലാണ് നമുക്ക് തന്നിട്ടുള്ള ആളെ എടുക്കുന്നത്. ഇവിടെ ഒരു ബീക്കർ മക്കൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ആ ബീക്കറിലാണ് നമ്മുടെ ആസിഡ് ആയാലും ബേസ് ആണെങ്കിലും എടുക്കുക, അല്ലെങ്കിൽ സാൾട്ടിന്റെ സൊല്യൂഷൻ ആരാന്ന് വെച്ചാൽ എടുക്കുക, ലവണ ആണെങ്കിലും ആരാണെങ്കിലും. എന്നിട്ട് അതിലേക്ക് ഒരു ഇലക്ട്രോഡ് പോലെയുള്ള ഒരു സാധനം ഡിപ്പ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിൻ്റെ ഒരു കണക്ഷൻ ഈ pH മീറ്ററുമായിട്ടുണ്ടാവും. എന്നിട്ട് സ്വിച്ച് ഓൺ ആക്കി കുറച്ചു നേരം കാത്തിക്കുക. കുറച്ചു നേരം കാത്തിക്കുമ്പോൾ ആ pHന്റെ ആ ഒരു മീറ്ററിൽ റീഡിങ് കാണിക്കും. ഇപ്പോൾ ഇവിടെ കാണിച്ച റീഡിങ് 7 എന്നാണ്. അപ്പൊ 7 ആണ് റീഡിങ് എങ്കിൽ അത് ന്യൂട്രൽ ആണ്. പഠിച്ചു, pH സ്കെയിൽ 7 ആണെങ്കിൽ അത് ന്യൂട്രൽ. അപ്പൊ ഇതിനെന്ത് വേണ്ട, കളറിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് അവിടെ റീഡിങ് അവിടെ തന്നെ കാണിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആസിഡ് ബേസ് സാൾട്ടിനെയൊക്കെ തിരിച്ചറിയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മക്കളെ, പഠിച്ചിരിക്കണം. അപ്പൊ ഒരു കാര്യം കൂടി സാറ് പറയട്ടെ, ലൈവുകളും കാര്യങ്ങളൊക്കെ കൃത്യമായി മക്കൾ കണ്ടാൽ മാത്രമാണ് ഈ പ്രാവശ്യത്തെ എക്സാം നിങ്ങൾക്ക് എളുപ്പമാവുകയുള്ളൂ. വൈ? ഈ ലൈവിലും മറ്റുമൊക്കെ ഞങ്ങൾ പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങളും പുതിയ കാര്യങ്ങളുമാണ് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ വരുന്നത്. ഒരു ചാപ്റ്റർ മുഴുവൻ പഠിച്ചു തീർന്നിട്ട് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ആൻസർ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അപ്പൊ മക്കളെല്ലാവരും നമ്മുടെ ലൈവൊക്കെ കണ്ട് അടിപൊളിയായിട്ട് എക്സാം എഴുതി ഫുൾ മാർക്ക് തന്നെ നേടാൻ സെറ്റ് ആണെങ്കിൽ കമന്റ് ബോക്സിൽ സെറ്റ് ആണ്, ഞങ്ങൾ ഉണ്ടാകും കൂടെ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ. സോ അടുത്ത വീഡിയോ, അടുത്ത ലൈവ് എല്ലാത്തിലും സാർ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഇപ്പോ ഇവിടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്.